കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. ക്ഷിപ്രപ്രസാദിയായ ലാലൂരിലമരും ശ്രീ കരിങ്കുട്ടി സ്വാമി, കഷ്ടനഷ്ടങ്ങളിൽ തുണയായി മരുവും ശ്രീ വിഷ്ണുമായ സ്വാമി, ശ്രീ വിഷ്ണുമായ സ്വാമി. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് പേരുടെ സംശയമാണ്. ഒരാളുടെ സംശയമാണെങ്കിൽ ഓക്കെ, രണ്ടാൾ സംശയം ചോദിച്ച് മൂന്നാമത്തെ ആളും കൂടി ചോദിക്കുകയാണെങ്കിൽ നമ്മളത് എല്ലാവരോടും പറയാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അതായത് പലരും ചോദിക്കുന്നുണ്ട്, എല്ലായിടത്തും വിഷ്ണുമായ സ്വാമീനെയാണ് പ്രധാനമായിട്ട്, അല്ലെങ്കിൽ കരിങ്കുട്ടി സ്വാമി. ഇത് കരിങ്കുട്ടി സ്വാമീനെയും വിഷ്ണുമായേനെയും അതുപോലെ തന്നെ പിന്നെ നീലി അങ്ങനെയുള്ള ആരാധനാമൂർത്തികളുണ്ട്. ഇതെന്താണ് വിഷ്ണുമായനും കരിങ്കുട്ടി സ്വാമിനെ ഒരുമിച്ചിരുത്തിയിട്ടില്ല എന്നുള്ളൊരു സംശയം. അത് സംഗതി ഒരു സംശയമാണത്. ആ സംശയം നല്ല സംശയമാണ്. അതായത് എല്ലായിടത്തും കരിങ്കുട്ടി സ്വാമിയുണ്ട്, വിഷ്ണുമായ ഉള്ളിടത്തൊക്കെ കരിങ്കുട്ടി സ്വാമിയുണ്ട്, കരിങ്കുട്ടി സ്വാമി ഉള്ളിടത്തൊക്കെ വിഷ്ണുമായ ഉണ്ടായിരിക്കും. അതാണ് അവരുടെ ഇത്. ഇനി ഇതിലുള്ള ഒരു പ്രത്യേകത കരിനീലിയമ്മയുടെ കാര്യമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം എന്ന് പറയുകയാണെങ്കിൽ, കരിങ്കുട്ടി സ്വാമിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തിനും അമ്മ വേണം. സംഗതി ഈ മൂത്ത ആളാണ്. ശരിക്കും നമുക്ക് ഇളയ ആൾക്കാർക്കാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഇളയ ആൾക്കാർക്കാണ് അമ്മ 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 എന്ന് പറഞ്ഞ നടക്കുക. അതല്ലേ, ഇവിടെ മൂത്ത ആളാണ്. അതുപോലെ തന്നെ കരിങ്കുട്ടി സ്വാമിക്ക് ഒരു നിവേദ്യം സ്വീകരിക്കണമെങ്കിൽ കരിനീലിയമ്മ സ്വീകരിച്ചാൽ മാത്രമാണ് കരിങ്കുട്ടി സ്വാമി നിവേദ്യം എടുക്കുള്ളൂ. അതായത് അമ്മയ്ക്ക് കൊടുത്തതിന് ശേഷമാണ് ആൾ സ്വീകരിക്കുള്ളൂ എന്ന്. അതുപോലെ തന്നെ ആൾക്ക് എന്ത് കൊടുക്കുന്നുണ്ടോ അത് അമ്മയ്ക്ക് കൊടുത്തിരിക്കണം. അതാണ് അവർ അമ്മയും മോനും തമ്മിലുള്ളൊരു മാറ്റം. അപ്പോൾ ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകത എന്നല്ല, ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ രീതികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആവും. അത് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അങ്ങനെ പറയാത്തത്, ഇങ്ങനെ പറയുന്നത്. അതായത് ലാലൂർ ദേവസ്ഥാനം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ഇവിടെ പറഞ്ഞോ, അതായത് നമ്മുടെ ആരാധനാമൂർത്തികൾ ഇപ്പോൾ ജപം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു 3 പേരുടെ ജപമാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 3 പേരുടെ ജപം ജപിക്കുമ്പോഴൊക്കെ നിങ്ങൾ ജപം കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണോ സ്വാമിയോട് പറയുന്നു. ആ പറയുന്നത് കേൾക്കുന്നത് മുഴുവൻ കേൾക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വിഷ്ണുമായ സ്വാമിയാണ്. നിങ്ങൾ എന്ത് പറയണോ അതൊക്കെ കേട്ട് എഴുതിയെടുക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മളൊരു കോടതിയിൽ പോവുകയാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ അതുപോലെയൊക്കെ ഉള്ളത് എഴുതിയെടുക്കാനായിട്ട് ഒരു ക്ലർക്ക് ഉണ്ടായിരിക്കും. കാര്യങ്ങൾ വിധിക്കുന്നതൊക്കെ ജഡ്ജായിരിക്കും. അതേപോലെ തന്നെയാണ് സ്വാമി, കരിങ്കുട്ടി സ്വാമി. അതായത് നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ട് എഴുതിയെടുക്കുന്നത് ഇവിടുത്തെ ലാലൂർ ദേവസ്ഥാനത്ത്, മറ്റുള്ളവരെ ഞാൻ പറയാൻ തയ്യാറല്ല, വിഷ്ണുമായ സ്വാമിയാണ്. ഇപ്പോൾ ഇവിടുത്തെ എൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഷ്ണുമായ സ്വാമിയുടെ അടുത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, ഇത് അമ്മയുടെ കയ്യിൽ കൊടുക്കും. അമ്മ അതൊന്ന് ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അത് നടത്തി കൊടുക്കുക. അവർ ഭയങ്കര കഷ്ടപ്പാടാണ് അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ ഇന്നതൊക്കെയാണ്. അമ്മ അതൊന്ന് ചേട്ടൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അമ്മ കരിനീലിയമ്മയുടെ അടുത്ത് ഈ ലിസ്റ്റ് കൊടുക്കുന്നു. ആ ലിസ്റ്റ് കരിങ്കുട്ടി സ്വാമിയുടെ അടുത്തേക്ക് എത്തിക്കുന്നത് അമ്മയാണ്. അപ്പോൾ 3 പേർക്കും പ്രാധാന്യം മനസ്സിലായി. നമ്മൾ ജപം കൊടുക്കുന്നതിൻ്റെ പലരും ചോദിക്കേണ്ടത് 3 പേരുടെ ജപം ഒരുപോലെ ജപിക്കണോ, 1008 ജപിക്കണോ, 108 ജപിക്കണോ, 20 ഓരോ എല്ലാം കൂടിയിട്ട് 1008 മതിയോ, അത് എന്നും ജപിക്കണോ? ഇതൊക്കെ പലരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയണം. ജപം എന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യപ്രാപ്തി നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എവിടെയും നടക്കാത്തൊരു കാര്യം ഇവിടെ വന്ന് നടക്കണം, അല്ലെങ്കിൽ ആർക്കും നടക്കാത്ത പണം കൊണ്ട് നടക്കാത്ത കാര്യം ഇവിടെ നടക്കണം, അല്ലെങ്കിൽ പണത്തിനായിട്ട് ഇവിടെ നടക്കണം. ഈ നടക്കുന്ന കാര്യങ്ങൾക്ക് ജപം എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. ജപത്തിലൂടെയാണ് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിനുശേഷം നൈവേദ്യകർമ്മങ്ങൾ വരുന്നുള്ളൂ. കാര്യങ്ങൾ നടന്നിട്ട് കൊടുക്കുന്നതിന് നൈവേദ്യകർമ്മങ്ങളൊക്കെയാണ്. അപ്പോൾ ജപം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ, അതായത് പണ്ട് കാലത്ത് അതിലേക്ക് വരുമ്പോൾ ഒരുപാട് സമയവും. പണ്ട് കാലത്ത് ജപം എന്ന പേരിൽ
എല്ലാവർക്കും ജപിച്ചുകൊണ്ടിരുന്നു. എല്ലായിടത്തും അമ്പലത്തിൽ പോയിട്ട് നമോ നാരായണ നമ ശിവായ എന്തെങ്കിലും ഗുരുവായൂരപ്പ അല്ലെങ്കിൽ അമ്മയുടെ ദേവിയുടെ സ്തുതികളൊക്കെ പറഞ്ഞിരുന്നു. ഇന്നൊന്നും അത് ആർക്കും അറിയുക പോലും ഇല്ലയാണ്. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ഐശ്വര്യം പോയപ്പോൾ നമ്മുടെ ചൈതന്യം പോയപ്പോൾ നമ്മുടെ പണവും സമ്പത്തും നമുക്ക് ദോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള തടസ്സങ്ങളും വരാൻ തുടങ്ങി. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ആ ഒരു മാറ്റമാണ് ലാലൂർ ദേവസ്ഥാനത്ത് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ജപത്തിലൂടെ ദൈവത്തിലേക്ക് എടുക്കുക, ദൈവത്തിനോട് കാര്യം പറയുന്നത് ദൈവം നടത്തി തരിക. അതാണ് ഇവിടുത്തെ രീതി. അപ്പോൾ ഈ ഒരു രീതി പ്രകാരം നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ക്ഷിപ്രപ്രസാദിയായ സ്വാമിയുടെ അടുത്തേക്ക് എത്തിയാൽ അത് എത്ര പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അതാള് വേറൊരു അല്ലെ അമ്മ കൊണ്ട് കൊടുത്താൽ അത് ആ കൈയോടെ കാര്യം നടത്തി തരും. അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യങ്ങൾ സമയത്തിൻ്റെയാണ്. ഈ തടസ്സങ്ങളും മറ്റുള്ളതൊക്കെ മാറ്റി വേണം കൊടുക്കാൻ പറയാൻ എൻ്റെ കാര്യം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആരാധന മൂർത്തികളുടെ 3 മൂർത്തികളുടെ കാര്യം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗണപതി ഉണ്ട്. ഗണപതിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഇവിടുത്തെ ഗണപതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിഘ്നങ്ങളും മാറ്റി, അതായത് നമുക്ക് ഇവിടെ വരുന്ന ലാലൂർ ദേവസ്ഥാനത്ത് വരുന്നവർക്ക് വിഘ്നങ്ങൾ ഉണ്ടായിരിക്കാം. വിഘ്ന നിവാരണത്തിന് ഏറ്റവും പ്രധാനം ഗണപതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഗണപതി തന്നെ ആദ്യം കൂട്ടുപിടിച്ചേക്കാണ്. അതായത് നമുക്ക് എന്തൊക്കെ ദോഷങ്ങൾ വരുന്ന അപ്പോൾ അതായത് നമ്മൾ തല്ലാനായിട്ടൊരു ടീം വരുന്നുണ്ടെങ്കിൽ ആ തല്ലാൻ വരുന്നതിൽ ഏറ്റവും ആദ്യം തല്ലുന്നുള്ളവനെ കാൽക്ക് വീഴുക എന്നുള്ള രീതി ഉണ്ടല്ലോ, അതൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ കാഠിന്യം കുറയ്ക്കാനാണ് ഇവരൊക്കെ. ഏറ്റവും അറ്റത്തിരിക്കുന്നത് ഗുരുനാഥനാണ്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ മഹേശ്വരൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ ഇവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ നമ്മൾക്ക് എവിടേക്ക് എത്തുക. അതിന് വേണ്ടിയിട്ട് വേറൊരു അമ്പലം പോയി അങ്ങനെ പോകുകയെന്നല്ലല്ലോ. അപ്പോൾ നമ്മൾ വരുന്ന എല്ലാവർക്കും ഒരേ സ്ഥലത്ത് തന്നെ ഒരു കൂടക്കീഴിൽ തന്നെ എല്ലാവരും അനുഗ്രഹം കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചുരുക്കം അതായത് എനിക്ക് എല്ലാവരും വേണം. അപ്പോൾ എൻ്റെ ആ ആരാധനാമൂർത്തികളിലൂടെ നിങ്ങൾക്കും എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. വിഷ്ണുമായ സ്വാമിയുടെ അടുത്താണ് നമ്മൾ എന്ത് പറഞ്ഞാലും എഴുതിയെടുക്കുന്നത് വിഷ്ണുമായ സ്വാമിയാണ്. അത് അമ്മയുടെ അടുത്ത് കൊടുത്ത് അമ്മ അത് കരിങ്കുട്ടി സ്വാമിയുടെ അടുത്ത് കൊടുത്ത് അങ്ങനെയാണ് കാര്യപ്രാപ്തി വരുന്നത്. എല്ലാവർക്കും ലാലിതാസ്ഥാനത്തിൻ്റെ സ്വാമികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് ശിവരാത്രി കൂടിയാണ്, അറിയാലോ. ശിവരാത്രിയുടെ വ്രതങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിതിൻ്റെ ഒരു വീഡിയോ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഇട്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും അത് ഇടുമ്പോൾ എല്ലാവർക്കും ഒരു ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ശിവരാത്രി വ്രതം നോൽക്കുന്നതിനൊക്കെ ഒരുപാട് ഗുണങ്ങളും അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യുക, ദൈവത്തിലേക്ക് എടുക്കുക, ജപിക്കുക, ദൈവത്തിലേക്ക് എടുക്കുക, കാര്യങ്ങൾ നടത്തുക. സന്തോഷം.